ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ഈ ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയ്ക്ക് നമ്മൾക്ക് മാത്രം പരിചയമില്ല, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളെ പെട്ടെന്ന് കണ്ടുമുട്ടുമ്പോഴുള്ളൊരു കിട്ടണ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. വലിയ ആൾക്കൂട്ടം, നിങ്ങൾക്ക് വലിയ പരിചയമില്ല ആരെയും, പക്ഷേ ഒരാൾ പണ്ട് പരിചയപ്പെട്ട ഒരാൾ ഓടി വരുന്നു, ഓർക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നു. സോ പെട്ടെന്നൊരു സന്തോഷം ഉള്ളിൽ വരുന്നൊരു സമയമുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ ഓടി വന്ന് നിങ്ങളുടെ കയ്യെ പിടിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ, ഒത്തിരി നാൾ മുമ്പ് കണ്ട ഒരാൾ, ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഇനി അതിനെക്കാട്ടും വലുത്, ചില സമയത്ത് ഇങ്ങനെ വല്ലാണ്ട് സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നു, എല്ലാവരും നിങ്ങൾക്കെതിരെ നിൽക്കുന്നു, ഒറ്റ ആളും കൂടെ നിൽക്കാത്തൊരു സമയത്ത് ഏതോ ഒരാൾ അടുത്ത് വന്നിട്ട്, പരിചയമുള്ള ഒരാളായിരിക്കാം, പണ്ട് പരിചയപ്പെട്ട ഒരാളായിരിക്കാം, അടുത്ത് വന്നിങ്ങനെ തോളെ ചേർത്ത് പിടിച്ചിട്ട് കയ്യാങ്ങനെ മുറുകെ പിടിച്ചിട്ട് നീ പേടിക്കണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടണ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ചിലർക്കൊക്കെ അങ്ങനെ ഒരു അനുഗ്രഹം, ഒരു ഭാഗ്യമൊക്കെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടാകും, ചിലരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകും. വചനം ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞുതരാൻ പോകുന്നത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 41-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യമാണ്. ഒത്തിരി പേരുടെയും വാൾപേപ്പറായിട്ട് ചിലപ്പം മുറിയിലും ഫോണിലും ഒക്കെ സ്ക്രീനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഐസയ 41:13, നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട. നിൻ്റെ ദൈവവും കർത്താവായ ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയണത് ഭയപ്പെടേണ്ട. വചനം കാണാതെ പഠിക്കണം കേട്ടോ. ഇന്ന് രാത്രി ഇത് പ്രാർത്ഥിച്ച് മനപ്പാടാക്കിയിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. ഇന്ന് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീലിംഗ് തരുന്നൊരു വചനമാണ്. വലിയൊരാൾക്കൂട്ടം നിങ്ങൾക്കെതിരെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരാൾ പിടിച്ചിട്ടുണ്ടെന്ന്, മനുഷ്യരാരുമല്ല, അതേ ഒരാൾ പോലും കയ്യെ പിടിക്കാനില്ലാത്ത സമയത്ത് ഇതേ കർത്താവ് കൈ പിടിച്ചിട്ടുണ്ടെന്നൊരു ഫീലിംഗ്, ഒരു ബോധ്യം, ഒരു വിശ്വാസം നമ്മളിലേക്ക് നിറയേണ്ട ഒരു വചനമാണത്. ഞാൻ ഒറ്റയ്ക്കായി പോകത്തില്ല, ഒറ്റയ്ക്കായിട്ടുമില്ല, എൻ്റെ കയ്യെ കർത്താവ് പിടിച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് കിട്ടുന്ന ഒരു ബൂസ്റ്റ് ഉണ്ടല്ലോ അല്ലേ. നമുക്ക് ചിലപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്തായിരിക്കാം, there is someone holding my hand, എൻ്റെ കയ്യിലൊരാൾ പിടിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 73 നമ്മളിങ്ങനെ വായിക്കുന്നില്ല, ആസാഫ് പറയുന്നുണ്ട് അവിടുന്ന് എൻ്റെ കരം പിടിച്ചിരിക്കുന്നു. സങ്കീർത്തനം 73:23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. അവിടെ ഇങ്ങനെ പറയും, അവിടുന്ന് എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, ഉപദേശം തന്നെ എന്നെ നയിക്കുന്നുണ്ട്, എന്നെ മഹത്വത്തിലേക്ക് കർത്താവ് നയിക്കുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇന്ന് രാത്രിയിൽ കർത്താവ് എന്നെ ഒന്ന് സഹായിക്കാനോ ഒന്ന് കൈപിടിക്കാനോ ഒരൊറ്റ ആൾ പോലും ഇല്ലെന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ സങ്കടപ്പെട്ടൊക്കെ കിടക്കാൻ പോവുകയാണെങ്കിൽ, ബിലീവ് ദിസ്, എൻ്റെ കയ്യെ പിടിക്കാൻ ഒരാളുണ്ട്, കയ്യിൽ ഈശോ പിടിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് കിടന്നുറങ്ങ്, ധൈര്യമായിട്ട് നാളെ എഴുന്നേക്ക്. ഒറ്റയ്ക്കൊന്നല്ലല്ലോ, കയ്യെ പിടിച്ചേക്കുന്ന കർത്താവല്ലേ. ആ ബലം നിന്നെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41:13 ആ വചനത്തിൻ്റെ അഭിഷേകം നിന്നിലേക്ക് ഇപ്പോൾ നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.